ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനത്തെ ചൊല്ലുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് പകലെ അല്പസമയം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവം സഹായിക്കുന്ന കൃപയെ ഓർത്ത് ദൈവത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കാട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1-ാം വാക്യം വായിക്കാനായി ആഗ്രഹിക്കുന്നു. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറയവനാകൊണ്ട് പുരുഷാര നിമിത്തം കാണുവാൻ കഴിഞ്ഞില്ല. എന്നാറേ അവൻ മുന്നോട്ട് ഓടി. അത്രയും വരെ ഒന്ന് വായിക്കാൻ വായിച്ചു നിർത്തുകയാണ്. സ്തോത്രം. അവിടെ വായിക്കുകയാണ്, സക്കായിയെക്കുറിച്ചാണ് നമുക്ക് അവിടെ വായിക്കുന്നത്. നമുക്കറിയാം സക്കായിയെക്കുറിച്ചുള്ള വചനം നമുക്ക് നല്ലതുപോലെ അറിയാം. സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുതൽ നമുക്കെല്ലാം കാണാപ്പാഠമായിട്ടുള്ള ഒരു തിരുവചനമാണ് സക്കായിയുടെ വചനം. കാരണം നമ്മൾ ആ വചനം എടുത്തൊന്ന് പ്രസംഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ 100 വട്ടം ആ സമ്മതത്തോടു കൂടി പ്രസംഗിക്കും. കാരണം നമുക്ക് നല്ല തിട്ടമാണ് വചനത്തെക്കുറിച്ച്. അതിനകത്തിന് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഞാൻ കടമെടുത്തുകൊണ്ട് ഒന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ വായിക്കുകയാണ്, അവനെ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. സക്കായിയുടെ ആ മേളത്തെ ഭാഗം, ആ ആദ്യത്തെ വാക്യങ്ങളിൽ കാണുന്നു, അവൻ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായിരുന്നു. അല്ലേ? സമൂഹം അവന് കൊടുത്ത 2 മേൽവിലാസങ്ങളാണ്. ഒന്ന് ചുങ്കക്കാരനെ, രണ്ടെന്താണ് ധനവാന്. സ്തോത്രം. പക്ഷേ അവൻ്റെ ഒരു പോരായ്മ അവിടെ കാണുന്നുണ്ട്. അവനെന്താണ്? ആളിൽ നീളം ഇല്ലാത്ത മനുഷ്യനായിരുന്നു, കുറുകിയ മനുഷ്യനായിരുന്നു. അല്ലേ? ഒരു പോരായ്മയും അവനുണ്ടായിരുന്നു. സമൂഹം 2 കാര്യങ്ങൾ അവൻ്റെ മേൽ കൽപ്പിച്ചെങ്കിലും ഒന്ന് ധനവാനും ചുങ്കക്കാരനുമാണെന്നുള്ളതായ ആ കാര്യങ്ങൾ അവൻ്റെ മേൽ വെച്ച് കെട്ടിയെങ്കിലും അവനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയതായ ഒരു കാര്യം എൻ്റെ ചിന്തയിൽ പറയുകയാണ്. ഇവൻ നീളമില്ലാത്ത അല്ലെങ്കിൽ കുറുകിയ മനുഷ്യനായിരുന്നു എന്നുള്ളതായ ചിന്ത അവനെ ഏറ്റവും കൂടുതൽ ഭരിച്ചിട്ടുണ്ടായിരിക്കാം. സ്തോത്രം. എന്നാൽ നമുക്കറിയാം ആ സക്കായിയുടെ ഹൃദയത്തിൽ എന്താണ് ഉണ്ടായത്? യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. അല്ലേ? ഒരു ശ്രമം നടത്തി. നമ്മളായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞതിനും ഈ സമൂഹമല്ലേ എന്നെ വല്ലാത്ത കണ്ണോടുകൂടിയാണ് കാണുന്നത്. അല്ലേ? ഞാൻ ചുങ്കക്കാരനാണ്, ധനവാനാണ്, ഈ 2 കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തിന് മുന്നിൽ ചെല്ലാൻ പറ്റത്തില്ല. ഞാൻ കളിപ്പിച്ചുണ്ടാക്കിയതാ അല്ലെങ്കിൽ കട്ടുണ്ടാക്കിയതാന്നൊക്കെ ഈ സമൂഹം എന്നെക്കുറിച്ച് പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള ആവലാതികൾ നമ്മൾ വേണേൽ ഒഴിഞ്ഞു മാറിയേനും. പക്ഷെ സക്കായി ഈ സമൂഹം കൊടുക്കുന്ന മേൽവിലാസങ്ങളോ അവരുടെ ചിന്തകൾക്കൊന്നും ചെവി കൊടുക്കാൻ തയ്യാറായില്ല. സക്കായി യേശുവിനെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി അവനെ കാണാൻ ശ്രമിച്ചു. അതിനെന്ത് ചെയ്തു എന്ന് തിരുവചനത്തിൽ കൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവൻ മുന്നോട്ട് ഓടാനിടയായി. സ്തോത്രം. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകൾ ഒരു പക്ഷേ നമ്മളെ നോക്കി പറയുന്ന വിധികളൊക്കെ വേറെ പലതുമായിരിക്കാം. സ്തോത്രം. അവൻ മോശക്കാരനാണ്, അവൻ കൊള്ളാത്തവനാണ്, അവൻ മനുഷ്യനോട് മിണ്ടാത്തവനാണ്, സ്നേഹമില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് വ്യക്തിപരമായിട്ട് പറയട്ടെ, ഇവരുടെയൊക്കെ വാക്കുകളെ കേട്ടാൽ എന്നും നമ്മൾ ഭാരത്തിലേക്ക് പോകാനേ നമുക്ക് നേരം കാണത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഈ ചുരുങ്ങിയ ജീവിതം കൊണ്ട് യേശു ആരെന്ന് രുചിച്ചറിയുവാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ, കാണാനൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. സ്തോത്രം. യേശു ആരെന്ന് നിങ്ങൾക്കൊന്ന് അറിയാനൊരു മനസ്സ്, അത് വലിയൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു പോകുന്നവരാ. അല്ലേ? നമ്മൾ ഓരോ ഞായറാഴ്ചയിലും നമ്മൾ ആരാധനയ്ക്ക് ചെല്ലുന്നതിന് മുമ്പേ നമ്മൾ തലേദിവസം ഒന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവ് ഇന്ന് പകൽ എന്നോടൊന്ന് സംസാരിക്കണം, ഇന്നത്തെ ആരാധന എൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹമായി തീരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ച് ആരാധനയ്ക്ക് കടന്നു പോകുന്നവരോട് ഞാനൊരു പ്രവചന ദൂത് പോലെ പറയാം. നിങ്ങൾ ആ ഭാരത്തോടെ പ്രാർത്ഥനയോടുകൂടിയാണ് ആരാധനയ്ക്ക് കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ദൈവം നിങ്ങളോട് ഹൃദ്യമായിട്ട് ഇടപെടുമെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ സത്യമാണ്. പലർക്കും ഞായറാഴ്ച എന്നൊരു ദിവസം അവർക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ചടങ്ങ് തീർക്കാൻ പോകുന്നവരുണ്ടായേക്കാം. ഞാൻ അവരെ ഒന്നും വിധി പറയുന്നതല്ല. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ആരാധനയ്ക്കായി കടന്നു പോകുന്നത്. ദൈവത്തെ ഒന്ന് രുചിച്ചറിയണം, യേശുവിനെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം. നമ്മളോട് ഒരാൾ പറയാം, നമ്മുടെ ഇന്ന സ്ഥലത്തെ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ചർച്ച് മണിമലയിലാണ്. മണിമലയിൽ ഒരു നല്ല ഹോട്ടലുണ്ടെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ആ പറയുന്ന ആളുടെ വാക്ക് കേട്ടുകൊണ്ട്
നമ്മൾ നല്ലതാണെന്ന് വിലയിരുത്താൻ പറ്റുമോ? ഇല്ല. നമ്മുടെ അവിടെ കടന്നു ചെന്ന് ഒരല്പം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും, എന്താണ്, കൊള്ളാം, അവിടുത്തെ ഭക്ഷണം കൊള്ളാം, അല്ലേ? രുചിച്ചറിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റിയത്. അപ്പം ഞാൻ നിങ്ങളോട് പറയട്ടെ, പാസ്റ്റർമാർ പ്രസംഗിക്കുന്നതായ വാക്ക് കേൾക്കുന്നതിലല്ല, കേൾക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, അത് കേട്ട് ഒരു ചെവി കൂടെ മറ്റേ ചെവി കൂടെ ഇറക്കി വിടുന്നതിലല്ല, യേശുവിനെ വ്യക്തിപരമായിട്ടൊന്ന് രുചിച്ചറിയുവാൻ, അവൻ ആരെന്നൊന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, ഒത്തിരി പ്രസംഗങ്ങൾ ഒരു പക്ഷേ അടുക്കടുക്കായിട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായേക്കാം. ഒത്തിരി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് തഴമ്പിച്ചവരായിരിക്കാം. ഒത്തിരി പ്രസംഗങ്ങൾ കേട്ട് നിങ്ങളെന്താണ് നല്ല ഗ്രാഹ്യമുള്ളവരായിരിക്കാം. പക്ഷേ കർത്താവിനെ വീണ്ടും ഒന്ന് രുചിച്ചറിയുവാനും കാണാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം എത്രത്തോളം ഭംഗിയുള്ളതാണെന്ന് ചോദിച്ചാൽ എനിക്കത്ര പോരാന്നേ ഞാൻ പറയത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ഞാൻ പറയട്ടെ, കർത്താവിനെ രുചിച്ചറിയുവാൻ നമുക്കൊരു മനസ്സ് നമ്മുടെ അകത്തുനിന്ന് ഉളവാകേണ്ടതാകുന്നു. സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരെ, ഇതുവരെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിച്ചില്ലെങ്കിൽ, നിങ്ങൾ വർഷങ്ങളായി വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തികളായിരിക്കാം. ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾക്കിതുവരെയും ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ലഭിച്ചില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയാം, സക്കായി ഓടിയതുപോലെ നിങ്ങൾക്കൊരു ഓട്ടം ആവശ്യമാണ്. നിങ്ങൾ കർത്താവിനെ കണ്ടെത്തുവാനൊന്നും അല്ലെങ്കിൽ യേശുവിനെ ഒന്ന് രുചിച്ചറിയുവാനൊരു മനസ്സ് നിങ്ങൾ ഉണ്ടായാൽ മാത്രമേ ദൈവമാരെന്നുള്ളതായ പ്രവൃത്തി നമ്മുടെ മുന്നിൽ വെളിപ്പെട്ടു വരത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പത്രോസിൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. സ്തോത്രം. പത്രോസ് എന്താണ്, യേശുവിനെ പടകിലിരിക്കാനൊരവസരം കൊടുത്തു, അല്ലേ? പിറകെ യേശു ചെന്നപ്പോൾ, ഞാൻ നിൻ്റെ പടകിൽ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. കയറിക്കൊള്ളാൻ അനുവാദം കൊടുത്തു. നീ പടകൊന്ന് അല്പം അങ്ങോട്ട് നീക്കുക എന്ന് പറഞ്ഞപ്പോൾ അതും പത്രോസ് സമ്മതിച്ച് നീക്കി കൊടുത്തു. അല്ലെങ്കിൽ യേശു തൻ്റെ വചനമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിനോട് പറയാ, നിൻ്റെ പടകിൻ്റെ വലത് ഭാഗത്തേക്ക് നീ ഒന്ന് വല വീശുക, അല്ലേ? ഹല്ലേലൂയ. പത്രോസ് പറയുന്ന ഒത്തിരി ന്യായീകരണങ്ങൾ അവിടെ ഉണ്ട്. ഗുരു, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷേ എന്താണ്, ഒന്നും കിട്ടിയില്ല, അല്ലേ? നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. പക്ഷേ നിൻ്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. ഞാനൊരു ചിന്ത പറയാം. പത്രോസ് യേശുവിനെ കണ്ടിട്ട് ഇരിക്കാനൊരു അവസരം കൊടുത്തില്ലേ? നമുക്കറിയാം, ഒരുമാതിരിപ്പെട്ടവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെ നിന്നും പറ്റത്തില്ല, വേറെ എവിടെയെങ്കിലും പടക് പോയി നോക്കാൻ പറയും, അല്ലേ? എന്നാൽ പത്രോസ് എന്താണ്, യേശുവിനെ കയറി ഇരിക്കാനൊരു അവസരം കൊടുത്തു, അല്ലേ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ ചർച്ചിൽ, നിങ്ങളുടെ ആരാധനയിൽ യേശുവിന് സ്ഥാനം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ പറയാം, കർത്താവിൻ്റെ പ്രവൃത്തികൾ നിന്നു പോയിട്ടില്ല. നമ്മുടെ സഭകളിൽ അത്ഭുതം നടക്കും, നമ്മുടെ സഭകളിൽ വിടുതൽ നടക്കും, നമ്മുടെ സഭകളിൽ രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ അലറും. ആദ്യകാലത്ത് അപ്പോസ്തലന്മാർ ചെയ്തതായ ശുശ്രൂഷകളൊക്കെയും നമ്മുടെ സഭകളിൽ നടക്കും. ഹല്ലേലൂയ. അത് ഒരു മാറ്റമില്ലാത്ത കാര്യമാണ്. യേശുവിന് സ്ഥാനം കൊടുക്കണം. യേശുവിന് സ്ഥാനം കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ സഭയിൽ അത്ഭുതങ്ങൾ നടക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സഭയിൽ ഇപ്പം ഒരു പനിയായിട്ട് വന്നാൽ പോലും ഒരു സൗഖ്യം ഉണ്ടാകുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എന്താണ്, എൻ്റെ അഭിപ്രായം പറയുകയാണ്, കർത്താവിന് നമ്മൾ സ്ഥാനം കൊടുക്കുന്നില്ല. ഇപ്പോൾ പല സഭയ്ക്കകത്തും പാസ്റ്ററും സെക്രട്ടറിയും മൂപ്പനും ഒക്കെയാണ് അവിടുത്തെ അധികാരികൾ. അവരാണ് അവിടുത്തെ വലിയ പുള്ളികളെന്നും പറഞ്ഞാണ് നടക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശുവിന് സ്ഥാനം കൊടുക്കണം. പത്രോസ് അങ്ങനെ ചെയ്തപ്പോഴാണ് പത്രോസിൻ്റെ പടകിനെ ദൈവം നിറച്ചു കൊടുത്തത്, അല്ലേ? നമ്മുടെ ആരാധനയിൽ യേശുവിന് സ്ഥാനം കൊടുക്കണം. നമ്മുടെ കൂട്ടായ്മകളിൽ യേശുവിന് സ്ഥാനം കൊടുക്കണം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ യേശുവിന് സ്ഥാനം കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണാൻ നമുക്കൊരാഗ്രഹം നമ്മുടെ അകത്തുനിന്ന് ഉണ്ടായാൽ തീർച്ചയായിട്ടും അവൻ നമ്മുടെ അടുക്കൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. യേശു സക്കായി എന്ത് ചെയ്തു? ഓടി കാട്ടത്തിയുടെ മുകളിൽ കയറി. നിങ്ങൾക്കറിയാം വചന പശ്ചാത്തലമൊക്കെ. യേശു എന്ത് ചെയ്തു? തീയുടെ താഴെ വന്നിട്ട് പറയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. എൻ്റെ ചിന്ത പറയാം, യേശുവിനോട് ആരും ചെന്ന് പ്രസൻറ്റ് ചെയ്ത് കാണുകയില്ല. അതേ, നിന്നെ കാണാൻ ഒരു മനുഷ്യൻ അതുകൊണ്ട് ഓടി കാട്ടത്തിയുടെ മുകളിൽ കയറി ഇരിപ്പുണ്ട്, അവിടെ ചെല്ലുമ്പോൾ ഒന്ന് വിളിക്കണേ എന്നൊന്നും പറഞ്ഞില്ല. സ്തോത്രം. പക്ഷേ യേശുവിന് മുന്നമേ എല്ലാം രുചിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് യേശു കർത്താവ് അവൻ്റെ ആഗ്രഹത്തെ മാനിക്കാനിടയായിത്തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ കർത്താവിന് അറിയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചിന്തകളെ കർത്താവിന് അറിയാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭാരപ്പെടേണ്ടെന്നേ. നിങ്ങൾ യേശുവിനോടൊന്ന് പറ, അപ്പാ, നിന്നെ ഒന്ന് രുചിച്ചറിയുവാൻ എനിക്ക് അവസരം തരണേ, നീ എൻ്റെ ഭവനത്തിൽ വരണമേ, എൻ്റെ കുടുംബത്തിൽ വരണമേ എന്നൊന്ന് ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ദൈവത്തെ രുചിച്ചറിയുവാൻ അവസരങ്ങൾ ലഭിക്കും. ഹല്ലേലൂയ. ഈ തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും ദൈവിക വചനങ്ങൾ ചിന്തിക്കും.
ചിന്തിക്കാനും പഠിക്കാനും നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ദൈവം തരാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥനയിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ. ദൈവത്തെ രുചിച്ചറിയുക, ദൈവത്തെ കാണാൻ ശ്രമിക്കുക. ഈ നാളുകളിൽ ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.